വ്യൂവേഴ്സ്, വെൽക്കം ടു P1 കോമിക്സ്. നമ്മളിന്ന് കാണാൻ പോകുന്നത് ഇമ്പോസിബിൾ മാൻ എന്ന ഒരു മാർവൽ ക്യാരക്ടറിന്റെ പവേഴ്സ് ആൻഡ് അബിലിറ്റീസ് ആൻഡ് അദ്ദേഹത്തിന്റെ ഒറിജിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അവഞ്ചേഴ്സ് അസംബിൾ ആൻഡ് ഹൾക്ക് ആൻഡ് ഏജൻസ് ഓഫ് സ്മാഷ് തുടങ്ങിയ ആനിമേറ്റഡ് സീരീസ് ഒക്കെ കണ്ടവർക്ക് ചിലപ്പോൾ ഇമ്പോസിബിൾ മാൻ ആരാണെന്ന് അറിയാമായിരിക്കും. ഇദ്ദേഹത്തെ ക്രിയേറ്റ് ചെയ്തത് നമ്മുടെ സ്റ്റാൻലിയും ജാക്ക് കിർബിയും കൂടിയിട്ടാണ്. നമ്മുടെ ഇമ്പോസിബിൾ മാനെ ഫസ്റ്റ് ആയിട്ട് കാണിക്കുന്നത് 1963 ഇറങ്ങിയ ഫാന്റാസ്റ്റിക് ഫോറിന്റെ ഇഷ്യൂ 11ാമത്തെ ഇഷ്യൂലാണ് ഇദ്ദേഹത്തെ ഫസ്റ്റ് ആയിട്ട് മാർവൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഡെഡ്പോൾ തന്നെ ദ മാസ്കിനൊപ്പം കമ്പൈൻ ചെയ്തിട്ട് ആരെയും കൊല്ലാത്ത ഒരു ക്യാരക്ടറെ മാറി വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? അത്ര സൂപ്പറായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നമ്മുടെ ഈ ഇമ്പോസിബിൾ മാൻ. ഫസ്റ്റിനെ നമുക്ക് അദ്ദേഹത്തിന്റെ പവേഴ്സ് ആൻഡ് അബിലിറ്റീസ് കാണുന്നതിന് മുമ്പ് തന്നെ ഇമ്പോസിബിൾ മാൻ്റെ ഒറിജിൻ എന്താണ്, അദ്ദേഹത്തെ എങ്ങനെയാണ് കോമിക്സ് കാണിച്ചത് എന്നുള്ളതിനെ കുറിച്ച് നോക്കാം. ഫസ്റ്റ് തന്നെ നമ്മുടെ ഇമ്പോസിബിൾ മാൻ സ്പേസിൽ നിന്ന് ഭൂമിക്ക് വരികയാണ്. അങ്ങനെ വന്ന നമ്മുടെ ഇമ്പോസിബിൾ മാൻ കുറേ മനുഷ്യർ ഭക്ഷണം കഴിക്കുന്നത് കാണുകയാണ്. അപ്പോൾ തനിക്കും ഇത്തിരി ഭക്ഷണം വേണം എന്നാവശ്യപ്പെടുന്ന സമയത്ത് മനുഷ്യർ പറയണം അതിന് പണം വേണമെന്ന്. അപ്പോൾ ഇമ്പോസിബിൾ മാൻ ചോദിക്കണം പണം എവിടെ കിട്ടുമെന്ന് ചോദിക്കുമ്പോൾ ബാങ്കിൽ കിട്ടുമെന്ന് പറയണം. ആ അടുത്ത സെക്കൻഡ് നമ്മുടെ ഇമ്പോസിബിൾ അദ്ദേഹത്തിൻ്റെ ബോഡി തന്നെ ഒരു റോക്കറ്റ് ഷേപ്പിൽ മാറ്റിയിട്ട് ബാങ്കിലേക്ക് പോവുകയാണ്. അങ്ങനെ ബാങ്ക് മാനേജറിനെ കാണുകയാണ്. ബാങ്ക് മാനേജറാണെങ്കിൽ ലോക്കർ റൂമിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ബാങ്ക് മാനേജർ ചോദിക്കുകയാണ്, നീ എങ്ങനെ ഈ ലോക്കായിട്ടുള്ള റൂമിൻ്റെ ഉള്ളിലേക്ക് വന്നു ചോദിക്കുമ്പോൾ ഇമ്പോസിബിൾ മാൻ, ഞാൻ കീ ഹോൾഡിങ് കാട്ടി എൻ്റെ ഷേപ്പ് വളരെ ചെറുതാക്കിയിട്ടാണ് ഉള്ളിലേക്ക് കടന്നത് എന്ന് പറയുകയാണ്. ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ഇമ്പോസിബിൾ മാൻ വളരെ ചെറുതായി മാറുകയാണ്. അത് കണ്ട നമ്മുടെ ബാങ്ക് മാനേജർ പേടിച്ചോടുകയാണ്. അങ്ങനെ ഇമ്പോസിബിൾ മാൻ അവിടുത്തെ സകല പണവും ചാക്കിലാക്കിയിട്ട് പുറത്തേക്ക് കടന്ന ഇമ്പോസിബിൾ മാനെ സെക്യൂരിറ്റി ഗാർഡ്സ് ഒക്കെ വെടിവെക്കുകയാണ്. ആ ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ ബോഡിയെ തന്നെ അദ്ദേഹം ഒരു സ്റ്റീൽ രൂപത്തിൽ മാറ്റിയിട്ട് അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെടുകയാണ്. അവിടെ നിന്ന് കിട്ടിയ പൈസ കൊണ്ട് നമ്മുടെ ഇമ്പോസിബിൾ മാൻ ഒരു ഹോട്ടലിൽ കയറി നന്നായി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോർ അദ്ദേഹത്തെ കാണാനായിട്ട് വരികയാണ്. അങ്ങനെ നമ്മുടെ റീഡ് റിച്ചേഴ്സ് മിസ്റ്റർ ഫാന്റാസ്റ്റിക് ചോദിക്കുന്നത്, നീ എന്തിനാണ് ഇവിടെ വന്നത്, എന്താ നിന്റെ ഒറിജിൻ ചോദിക്കുമ്പോൾ നമ്മുടെ ഇമ്പോസിബിൾ മാൻ അദ്ദേഹത്തിൻ്റെ ഒറിജിൻ പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ പ്ലാനറ്റ് ഹോം പ്ലാനറ്റ് പോപ്പ് എന്നൊരു പ്ലാനറ്റാണ്. അവിടുത്തെ എല്ലാവർക്കും ഷേപ്പ് ഷിഫ്റ്റിംഗ് ചെയ്യാൻ കഴിയും, രൂപം മാറാൻ കഴിയും, അതും പോപ്പ് എന്നുള്ള ഒരു സൗണ്ടിൽ. അതിന് കാരണം എന്താണ് നോക്കി വെച്ചാൽ നമ്മുടെ ഇമ്പോസിബിൾ മാൻ്റെ പോപ്പ് എന്നുള്ള പ്ലാന്റ് തന്നെ ഭയങ്കര ആപത്തുകൾ നിറഞ്ഞ പ്ലാന്റാണ്, ഭയങ്കര ഡേഞ്ചറസ് ആയ പ്ലാന്റാണ്. ആ ഒരു പ്ലാന്റിൽ തന്നെ ഇവരുടെ ഈ സ്പീഷ്യസ് ഇമ്പോസിബിൾ മാൻ്റെ സ്പീഷ്യസ് തന്നെ ഭൂരിഭാഗവും ആ ഒരു പ്ലാന്റിൽ നശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ബാക്കിയുള്ളവർ എങ്ങനെയൊക്കെ സർവൈവ് ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സർവൈവ് ചെയ്യുന്നവർ അവരുടെ DNA ലെവലിൽ വരെ അവരുടെ ബോഡിയിൽ ചേഞ്ചസ് വരികയാണ്. അങ്ങനെ ഏത് തരത്തിലുള്ള സിറ്റുവേഷനെയും മറികടക്കുന്ന തരത്തിൽ അവരുടെ ബോഡി തന്നെ മാറുകയാണ്. അങ്ങനെ അവരുടെ DNA ലെവലിൽ വരെ ചേഞ്ചസ് വന്ന് ഏതൊരു സിറ്റുവേഷനെയും തരണം ചെയ്യുന്ന തരത്തിലുള്ള ഒരു ബോഡി അവർക്ക് കിട്ടുകയാണ്. അങ്ങനെ ഏതൊരു സാഹചര്യത്തിലും നമ്മുടെ ഇമ്പോസിബിൾ മാൻ്റെ ശരീരത്തിന് ഒന്നും തന്നെ സംഭവിക്കില്ല. ഏതൊരു ആയുധം കൊണ്ടും ഇമ്പോസിബിൾ മാൻ്റെ ശരീരത്തിന് മുറിവേൽപ്പിക്കാനോ സ്ക്രാച്ച് പോലും വരുത്താനോ സാധിക്കില്ല. മാത്രമല്ല അവർ വിചാരിക്കുന്ന തരത്തിലുള്ള രൂപത്തിലേക്ക് മാറാൻ സാധിക്കും. അവർ എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് ആ ഒരു ഷേപ്പിലേക്ക് അവരുടെ ബോഡിനെ അവർക്ക് മാറ്റാൻ സാധിക്കും. അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഇമ്പോസിബിൾ മാൻ്റെ അവിടുത്തെ ജനങ്ങൾക്ക്, അവിടുത്തെ ഗ്രഹത്തെ ജനങ്ങൾക്കൊക്കെ ആ ഒരു ഗ്രഹത്തെ ആപത്തുകളൊക്കെ മടുക്കാൻ തുടങ്ങി, ബോറടിക്കാൻ തുടങ്ങി. അപ്പോൾ പുതിയ ആപത്തുകൾ തേടി, പുതിയ അഡ്വഞ്ചേഴ്സ് തേടിയിട്ട് അവരുടെ ഷേപ്പ് തന്നെ റോക്കറ്റ് രൂപത്തിലാക്കിയിട്ട് വിവിധ ഗ്രഹങ്ങളിലേക്ക് പോവുകയാണ്. അങ്ങനെയാണ് നമ്മുടെ ഇമ്പോസിബിൾ മാൻ എർത്തിലെത്തി എന്നാണ് നമ്മുടെ ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ അടുത്ത് പറയുന്നത്. ഇമ്പോസിബിൾ മാൻ്റെ മെയിൻ ലക്ഷ്യം തന്നെ അദ്ദേഹത്തിൻ്റെ പവേഴ്സ് അദ്ദേഹം മോസ്റ്റ്ലി ഉപയോഗിക്കുന്നത് തന്നെ മറ്റുള്ളവരെ വെറുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയൊക്കെ മറ്റുള്ളവരെ വെറുപ്പിക്കാൻ കഴിയുമോ അങ്ങനെയൊക്കെ ഇമ്പോസിബിൾ മാൻ അദ്ദേഹത്തിൻ്റെ പവേഴ്സ് ഉപയോഗിച്ച് മറ്റുള്ളവരെ വെറുപ്പിക്കും. ആ ഒരു കാരണം കൊണ്ട് തന്നെ ആ ഒരു സമയത്ത് എർത്തിലുള്ള മുഴുവൻ ജനങ്ങളെയും ഇമ്പോസിബിൾ മാൻ പരമാവധി വെറുപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പവേഴ്സ് ഉപയോഗിച്ച്. അപ്പോൾ നമ്മുടെ റീഡ് റിച്ചേഴ്സ് മിസ്റ്റർ ഫാന്റാസ്റ്റിക്കിന് മനസ്സിലാവുകയാണ് ഇവൻ ചെയ്യുന്ന പവേഴ്സൊക്കെ ഇവൻ ഉപയോഗിക്കുന്ന മറ്റുള്ളവരെ വെറുപ്പിക്കാനാണ്. ഈവൻ ഇമ്പോസിബിൾ മാൻ അദ്ദേഹത്തിൻ്റെ പവേഴ്സ് ഉപയോഗിച്ച് ചെയ്യുന്ന കാര്യങ്ങളൊന്നും ആരും ശ്രദ്ധിച്ചില്ല വെച്ച് വെച്ചാൽ അവൻ തന്നെ അവൻ്റെ പവേഴ്സ് ഉപയോഗിക്കുന്നതൊക്കെ ബോറടിച്ച് ഈ ഗ്രഹത്തിൽ തന്നെ അവൻ പോകുന്ന മിസ്റ്റർ ഫാന്റാസ്റ്റിക്കിന് മനസ്സിലാവണം. അങ്ങനെ എർത്തിലുള്ള എല്ലാവർക്കും ഒരു ഓർഡർ കൊടുക്കണം, ഇമ്പോസിബിൾ മാൻ എന്തൊക്കെ ചെയ്താലും ആരും അതിന് റിയാക്ട് ചെയ്യരുത്, ഇമ്പോസിബിൾ മാനെ തിരിഞ്ഞു പോലും നോക്കരുത് എന്ന് പറയണം. അങ്ങനെ ഇമ്പോസിബിൾ മാൻ അദ്ദേഹത്തിൻ്റെ പവേഴ്സ് ഉപയോഗിച്ചിട്ട് ആരും അദ്ദേഹത്തെ ശ്രദ്ധിക്കുക കൂടി ചെയ്യാതിരിക്കുമ്പോൾ അദ്ദേഹത്തിന് അത് ടോട്ടലായിട്ട് ബോറടിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഇമ്പോസിബിൾ മാൻ എർത്ത് തന്നെ ഭയങ്കര ബോറായുള്ള ഒരു പ്ലാനറ്റാണ് പറഞ്ഞിട്ട് എർത്ത് തന്നെ പോവുകയാണ്. ഇതാണ് നമ്മുടെ ഇമ്പോസിബിൾ മാൻ്റെ ഒറിജിൻ. ഇനി നമുക്ക് ഇമ്പോസിബിൾ മാൻ്റെ പവേഴ്സ് ആൻഡ് അബിലിറ്റീസിനെ കുറിച്ച് കാണാം. ഇമ്പോസിബിൾ മാൻ്റെ തന്നെ മെയിൻ പവറും അദ്ദേഹത്തിൻ്റെ അബിലിറ്റി എന്താണെന്ന് ചോദിച്ചു വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഷേപ്പ് ഷിഫ്റ്റിംഗ് ആയിട്ടുള്ള കപ്പാസിറ്റിയും മാത്രമല്ലാതെ അദ്ദേഹത്തിൻ്റെ ടെലിപ്പോർട്ടേഷൻ പവറുമാണ് അദ്ദേഹത്തിൻ്റെ മെയിൻ ആയിട്ടുള്ള 2 പവേഴ്സ്. മാത്രമല്ലാതെ നമ്മുടെ ഇമ്പോസിബിൾ മാൻ്റെ മറ്റൊരു സൂപ്പർ പവറാണ് സൂപ്പർ പവർ മിമിക്രി എന്നറിയപ്പെടുന്ന പവർ. ഈ ഒരു പവർ ഉപയോഗിച്ച് തൊട്ട് മുമ്പിൽ നിൽക്കുന്ന ഏതൊരു സൂപ്പർ ഹീറോയിൻ്റെയും രൂപം സ്വീകരിക്കാനും അവരുടെ സെയിം ആയിട്ടുള്ള പവേഴ്സ് നമ്മുടെ ഇമ്പോസിബിൾ മാനിന് ലഭിക്കുകയും ചെയ്യും. ഇത്രയൊക്കെ സൂപ്പർ ആയിട്ടുള്ള പവർ നമ്മുടെ ഇമ്പോസിബിൾ മാൻ ഉണ്ട്. ആരെയാണോ നമ്മുടെ ഇമ്പോസിബിൾ മാൻ മുമ്പിൽ കാണുന്നത് ആ ഒരു സൂപ്പർ ഹീറോൻ്റെ അതേപോലെ സെയിം ആയിട്ടുള്ള പവർ ഇദ്ദേഹത്തിന് കോപ്പി ചെയ്ത് ഉപയോഗിക്കാൻ കഴിയും. അത്രയ്ക്ക് സൂപ്പർ ആയിട്ടുള്ള പവർ നമ്മുടെ ഇമ്പോസിബിൾ മാൻ ഉണ്ട്. നമ്മുടെ മാസ്ക് എങ്ങനെയാണോ ഇല്ലാത്ത വെപ്പൻ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്ത് ശത്രുക്കളെ നേരിടുന്നത്, അതേപോലെ നമ്മുടെ ഇമ്പോസിബിൾ മാനും ഇല്ലാത്തൊരു വെപ്പൻ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കൈകളിൽ വരുത്തിപ്പിച്ചിട്ട് ശത്രുക്കളെ നേരിടാൻ സാധിക്കും. അതൊക്കെ സൂപ്പറായിട്ടുള്ള പവർ നമ്മുടെ ഇമ്പോസിബിൾ മാൻ ഉണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ബോഡി അദ്ദേഹത്തിന് എത്ര വേണമെങ്കിൽ സ്ട്രെച്ച് ചെയ്യാൻ സാധിക്കും, നമ്മുടെ മിസ്റ്റർ ഫാന്റാസ്റ്റിക്കിനെ പോലെ.
ഇമ്പോസിബിൾ മാന് മറ്റൊരാളുടെ ബോഡിനെ വരെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. മറ്റൊരാളുടെ ബോഡിയിൽ വരെ ശരീരത്തെ മാറ്റങ്ങൾ വരുത്താൻ നമ്മുടെ ഇമ്പോസിബിൾ മാന് സാധിക്കും. ഒരിക്കൽ നമ്മുടെ റെഡ് ഹൾക്കിനെയും ബ്ലൂ ഹൾക്കിനെയും തന്നെ നമ്മുടെ ഇമ്പോസിബിൾ മാൻ ഒന്നാക്കി മാറ്റിയിട്ടുണ്ട്. രണ്ടുപേരുടെയും ശരീരങ്ങൾ തമ്മിൽ കമ്പി ചെയ്യിച്ച് ഒരു ശരീരമാക്കും ഒരു ബോഡിയൊക്കെ മാറ്റിയിട്ടുണ്ട് നമ്മുടെ ഇമ്പോസിബിൾ മാൻ. ആ ഒരു തരത്തിൽ നമ്മുടെ ഇമ്പോസിബിൾ മാൻ മറ്റൊരു ആളുടെ ശരീരത്തിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. കൈയില്ലാതാക്കാം, കാലില്ലാതാക്കാം, അങ്ങനെ മറ്റൊരാളുടെ ശരീരത്തിൽ വേണ്ട മാറ്റങ്ങൾ വരുത്താനൊക്കെ നമ്മുടെ ഇമ്പോസിബിളിന് സാധിക്കും. അത്രയ്ക്ക് സൂപ്പറായിട്ടുള്ള പവറും നമ്മുടെ ഇമ്പോസിബിൾ മാനുണ്ട്. ശരിക്കും നമ്മുടെ അവഞ്ചേഴ്സ് അസംബിൾ ആനിമേറ്റഡ് സീരീസിൽ നമ്മുടെ ഫാൽക്കൻ ഹീറോ ഒക്കെ ഒരു സിനിമ ചെയ്യാനാണ് വേണ്ടിയിട്ട് നമ്മുടെ ഇമ്പോസിബിൾ മാൻ ഭൂമിയിലേക്ക് വരികയാണ്. ആ ഒരു എപ്പിസോഡിലാണ് എനിക്ക് ശരിക്കും ഇമ്പോസിബിൾ മാൻ്റെ ഒറിജിനൽ പവേഴ്സ് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലായത്. അപ്പോൾ ഇമ്പോസിബിൾ മാൻ വിചാരിച്ച് വെച്ചാൽ അവഞ്ചേഴ്സിന് തന്നെ ഒരു സെക്കൻഡിനുള്ളിൽ പെട്ടെന്ന് തന്നെ നശിപ്പിക്കാൻ നമ്മുടെ ഇമ്പോസിബിൾ മാനെ സാധിക്കും. അത്രയ്ക്ക് സൂപ്പറായിട്ടുള്ള സൂപ്പർ പവർ നമ്മുടെ ഇമ്പോസിബിൾ മാൻ ഉണ്ട്. ഇമ്പോസിബിൾ മാൻ വിചാരിച്ച് വെച്ചാൽ തോറിൻ്റെ ഹാമർ മിയോളിയറിന് അത്ര ഈക്വലായിട്ടുള്ള ഒരു സ്ട്രെങ്ത്ത് ഉള്ള ഒരു ഹാമർ അദ്ദേഹത്തിൻ്റെ കൈയായി തന്നെ മാറ്റാൻ സാധിക്കും. മാത്രമല്ല അയൺമാൻ്റെ ആർക്ക് റിയാക്ടറിൻ്റെ ആ ഒരു പവർ, മാത്രമല്ല ഹൾക്കിൻ്റെ സ്മാഷ്, ക്യാപ്റ്റൻ അമേരിക്കൻ്റെ ഷീൽഡ്, തോറിൻ്റെ മിയോളിയർ, അങ്ങനെ എന്തും കൊണ്ട് നമ്മുടെ ഇമ്പോസിബിൾ മാനെ അറ്റാക്ക് ചെയ്താലും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ചെറിയ സ്ക്രാച്ച് പോലും വീഴുക അത്രയ്ക്കുള്ള ഡ്യൂറബിലിറ്റിയും അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെ മേലെ നിങ്ങളൊരു മല തന്നെ ഇട്ട് വെച്ചാലും അദ്ദേഹത്തിന് അതിൻ്റെ ആഘാതം ഏറ്റുവെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് ഒന്നും തന്നെ സംഭവിക്കില്ല. അദ്ദേഹം ഒരു വളരെ കൂളായിട്ട് നിൽക്കും. അത്രയ്ക്ക് സൂപ്പറായിട്ടുള്ളൊരു പവറുള്ള ക്യാരക്ടറാണ് നമ്മുടെ ഇമ്പോസിബിൾ മാൻ. മാത്രമല്ല നമ്മുടെ ഇമ്പോസിബിൾ മാൻ്റെ ടെലിപ്പോർട്ടേഷൻ കപ്പാസിറ്റി നോക്കണമെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് ഗാലക്സികൾ തന്നെ ടെലിപ്പോർട്ട് ആവാൻ സാധിക്കും. ഡയമെൻഷൻസുകൾ കടന്ന് ഇദ്ദേഹത്തിന് ടെലിപ്പോർട്ട് ആവാൻ സാധിക്കും. മാത്രമല്ല അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള റിയാലിറ്റീസ് കടന്ന് ഇദ്ദേഹത്തിന് ടെലിപ്പോർട്ട് ആവാൻ സാധിക്കും. അത്രയ്ക്ക് സൂപ്പറായിട്ടുള്ള ടെലിപ്പോർട്ടേഷൻ കപ്പാസിറ്റി ഇദ്ദേഹത്തിൻ്റെ. മാത്രമല്ല ലോകത്തിൻ്റെ ഏത് കോണിൽ നിന്നും മറ്റൊരു വസ്തുവിനെ ഇദ്ദേഹമുള്ള സ്ഥലത്തേക്ക് കൊണ്ടുവരാനും ഇദ്ദേഹത്തിന് സാധിക്കും. ഏതൊരു വസ്തുവിനെയും ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ടെലിപ്പോർട്ട് ചെയ്യാൻ ഇദ്ദേഹത്തിന് സാധിക്കും. ഇമ്പോസിബിൾ മാൻ വിചാരിച്ച് വെച്ചാൽ ഏത് തരത്തിലുള്ള വെപ്പൺ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും പെട്ടെന്ന് ഒരു സെക്കൻഡിനുള്ളിൽ തന്നെ. മാത്രമല്ലാതെ ഏത് തരത്തിലുള്ള വെപ്പൺ വെച്ച് നിങ്ങൾ ഇമ്പോസിബിൾ മാനെ അറ്റാക്ക് ചെയ്താലും അദ്ദേഹത്തിന് അത് ഏൽക്കുകൂടിയില്ല. അത്രയ്ക്ക് സൂപ്പർ പവർ നമ്മുടെ ഇമ്പോസിബിൾ മാനുണ്ട്. മാത്രമല്ല നമ്മുടെ ഇമ്പോസിബിൾ മാന് അദ്ദേഹത്തിൻ്റെ സൂപ്പർ പവർ മിമിക്രി എന്നുള്ള ആ ഒരു പവർ മാത്രം മതി അദ്ദേഹത്തിന് ഏത് വലിയ സൂപ്പർ ഹീറോ ആയാലും സൂപ്പർ വില്ലൻ ആയാലും അദ്ദേഹത്തിന് തോൽപ്പിക്കാൻ സാധിക്കും. ശരിക്കും നോക്കണമെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സൂപ്പർ പവർ മിമിക്രി ഉപയോഗിച്ച് പവേഴ്സ് കോപ്പി അടക്കം ചെയ്യുന്നില്ല. ആ പവേഴ്സ് കാണുന്നു, ഇങ്ങനെ ഒരു പവർ ഉണ്ട് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ ബോഡിനെ തന്നെ മാറ്റിയിട്ട് ആ ഒരു പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ഒന്നാക്കി മാറ്റുന്നു. ഇപ്പോൾ സിൽവർ സർഫർ നമ്മുടെ ഇമ്പോസിബിൾ മാനെതിരായിട്ട് ഒരു ബ്ലാസ്റ്റ് പ്രയോഗിച്ച് വെച്ചാൽ നമ്മുടെ ഇമ്പോസിബിൾ മാനും സെയിം രീതിയിലുള്ള ഒരു ബ്ലാസ്റ്റ് അദ്ദേഹത്തിനെതിരായിട്ട് പ്രയോഗിക്കാൻ സാധിക്കും. അതിന് ഗാലക്ടസ് കോസ്മിക് എനർജി ഇദ്ദേഹത്തിന് കൊടുക്കണമെന്നൊന്നുമില്ല. ഇദ്ദേഹത്തിന് പ്രയോഗിക്കണം തോന്നി വെച്ചാൽ ഏത് തരത്തിലുള്ള ബ്ലാസ്റ്റ് ആണെങ്കിൽ ഇദ്ദേഹത്തിന് പ്രയോഗിക്കാൻ സാധിക്കും. ഗാലക്ടസ്, താനോസ്, ഡാർക്സൈഡ്, അങ്ങനെ വലിയ സൂപ്പർ ഹീറോസിനെ വരെ തോൽപ്പിക്കാൻ തരത്തിലുള്ള പവറും കപ്പാസിറ്റിയും ഇദ്ദേഹത്തിനുണ്ട്. പക്ഷേ ഇദ്ദേഹം ഒരിക്കലും ഈ ഒരു പവേഴ്സ് ഉപയോഗിച്ച് മറ്റുള്ളവരെ കൊല്ലാറോ ഉപദ്രവിക്കാനോ പോകില്ല. ജസ്റ്റ് എല്ലാവരെയും വെറുപ്പിക്കുന്ന ഒരു ക്യാരക്ടറെ മാറണം എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഇമ്പോസിബിൾ മാൻ ഉണ്ടാവുക. ശരിക്കും നോക്കണമെന്ന് വെച്ചാൽ നമ്മുടെ താനോസിനടക്കം ഇൻഫിനിറ്റി ഗോൺലെറ്റ് ഇല്ലാതെ നമ്മുടെ ഇമ്പോസിബിൾ മാനെ എതിർത്ത് നിൽക്കാൻ സാധിക്കില്ല. അത്രയ്ക്ക് സൂപ്പർ പവറുള്ള ക്യാരക്ടറാണ് നമ്മുടെ ഇമ്പോസിബിൾ മാൻ. ഇമ്പോസിബിൾ മാനെ എന്തൊക്കെയാണ് വീക്ക്നെസ് ചോദിച്ചു വെച്ചാൽ ഇമ്പോസിബിൾ മാന് വീക്ക്നെസ് ഇല്ല. അതാണ് അദ്ദേഹത്തെ മറ്റ് സൂപ്പർ ഹീറോസിൽ നിന്നും ഭയങ്കര വ്യത്യസ്തമാക്കുന്നത്. കഴിഞ്ഞു ഗൈസ്, ഇതാണ് നമ്മുടെ ഇമ്പോസിബിൾ മാൻ്റെ പവേഴ്സ് ആൻഡ് അബിലിറ്റീസ് ആൻഡ് അദ്ദേഹത്തിൻ്റെ ഒറിജിൻ. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇമ്പോസിബിൾ മാൻ ഇഷ്ടമാണ് മറക്കാതെ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. മറക്കാതെ നമ്മുടെ ബിയോണ്ട് കോമിക്സ് ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക.